ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവർ ട്രെയിൽസ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സദ്യ സ്പെഷ്യൽ ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കിലോ ഉള്ളിയും 2 പച്ചമുളകുമാണ് എടുത്തേക്കുന്നത്. ഇതിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കണം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു കൈപ്പിടി അളവിലാണ് തേങ്ങ കൊത്തെടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ തേങ്ങാക്കൊത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടെന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വേഗം ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടത്. ഇനി നമുക്കിതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത്, കുറച്ച് കുരുമുളക്, ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ വറുത്ത ആ പാനിലേക്ക് തന്നെ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഞാനിത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കുന്നത്. അത് കുറച്ചു നേരം വെള്ളത്തിയിട്ട് വെച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അതായത് ഇതൊന്ന് കുറുകി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നമുക്കിനി ഇതിലേക്ക് 1 സ്പൂൺ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ശർക്കര നീര് അല്ലെങ്കിൽ ചെറിയ കഷ്ണം ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി തിളച്ച് കുറുകി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലോണം പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വറ്റൽമുളക് നടുവെ കീറിയത് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ സദ്യ സ്പെഷ്യൽ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം.